ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി നാലാം അധ്യായം ആരംഭിക്കുന്നത് ആദാമിനും ഹൗവയ്ക്കും കയീൻ എന്ന മകൻ ജനിക്കുന്നതോടെയാണ്. പിന്നീട് ഹാബേൽ ജനിക്കുന്നു. കയീൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായി തീർന്നു. രണ്ടുപേരും ദൈവത്തിന് വഴിപാട് കഴിച്ചു. എന്നാൽ ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അതിന് കാരണമായി ദൈവം പറയുന്നത് 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കയീൻ നന്മ ചെയ്തില്ല എന്നതാണ് ദൈവം പറയുന്ന ആ കാരണം. കയീൻ ചെയ്യാതിരുന്നതും ഹാബേൽ ചെയ്തതുമായ ആ നന്മ എന്താണ്? കർത്താവിനോട് ചേർന്ന് നിന്ന എല്ലാ വിശുദ്ധന്മാരും ചെയ്ത നന്മയാണ് അത്. അബ്രഹാമും യോസഫും ഇയ്യോബും ശ്ലീഹന്മാരും ഒക്കെ ചെയ്ത ആ നന്മ എന്താണെന്ന് എബ്രായർ 11:6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നന്മ വിശ്വാസമല്ലാതെ മറ്റൊന്നുമല്ല. ഉൽപ്പത്തി 4:7 ഇങ്ങനെ പറയുന്നു: നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതെ, കയീൻ നന്മ ചെയ്യാതിരുന്നത് കൊണ്ട് അഥവാ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് കോപത്തിന് അടിമപ്പെടുകയും സഹോദരനെ കൊല്ലാൻ ഇടയാവുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ദൈവം കയീനെ ചോദ്യം ചെയ്യുന്നു: നിന്റെ സഹോദരൻ എവിടെ? എല്ലാം കാണുന്നവനും അറിയുന്നവനുമായ സർവശക്തനോട് കയീൻ പറഞ്ഞു: ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനും. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും ഒളിക്കുവാൻ കയീന് കഴിയുമോ? കയീൻ്റെ ഈ വഴിയിൽ നടക്കുന്നത് അയ്യോ കഷ്ടം എന്നാണ് യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ പറയുന്നത്. അവിശ്വാസത്തിൻ്റെയും അസൂയയുടെയും സ്വഭാവമാണോ നമ്മളിൽ ഉള്ളത്? ഹാബേലിനെ പോലെ യഥാർത്ഥ ദൈവിക നീതിയിൽ ജീവിക്കുന്നവരെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യത്തക്ക കോപം വെച്ചു പുലർത്തുന്നവരാണോ നമ്മൾ? 11-12 വാക്യങ്ങളിൽ സഹോദരനെ കൊന്നതിനുള്ള ദൈവശിക്ഷ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിക്ഷ ലഭിച്ചിട്ടും കുറ്റബോധത്തെക്കാൾ അധികം തനിക്ക് ലഭിച്ച ശിക്ഷയുടെ ആധിക്യത്തെ പറ്റിയാണ് കയീൻ പരാതിപ്പെടുന്നത്. മൈ പണിഷ്മെൻറ്റ് ഈസ് മോർ ദാൻ ഐ ക്യാൻ ബെയർ. കുറ്റബോധമുള്ളവരാകാതെ നാമും സെൽഫിറ്റ് പ്രകടിപ്പിക്കുന്നവരും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരും അല്ലേ? കയീനെ മറ്റുള്ളവർ കൊല്ലാതിരിക്കുവാൻ ദൈവം ഒരടയാളം വയ്ക്കുന്നു. ഉൽപ്പത്തി 4:15. അവൻ നോദ് ദേശത്ത് പോയി പാർക്കുന്നു. അവിടെ അവന് ഹാനോക്ക് എന്ന മകൻ ജനിക്കുന്നു. അതേ പേരിൽ തന്നെ അവിടെ ഒരു പട്ടണവും പണിയുന്നു. ഹാനോക്കിന് ഈരാദും, ഈരാദിന് മെഹൂയയേലും, മെഹൂയയേലിന് മെതൂശയേലും, മെതൂശയേലിന് ലാമക്കും ജനിക്കുന്നു. 6-ാമത്തെ തലമുറയായപ്പോഴേക്കും ദൈവം കൽപ്പിച്ച പരിശുദ്ധമായ സ്ത്രീപുരുഷ ബന്ധത്തിൻ്റെ സ്ഥാനത്ത് ബഹുഭാരിത്വം കടന്നു വരുന്നു. ലൗകിക മനസ്സിൻ്റെയും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെയും വികാസമാണ് നമുക്ക് ലാമക്കിൽ ദർശിക്കുവാൻ കഴിയുന്നത്. കൂടാരവാസികളുടെയും പശുപാലകരുടെയും പിതാവായ യാബാലും കിന്നരവും വേണുവും പ്രയോഗിക്കുന്നവരുടെ പിതാവായ യൂബാലും ആദയിൽ നിന്ന് ജനിക്കുന്നു. ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങൾ തീർക്കുന്നവരുടെ പിതാവായ തൂബൽ കയീൻ സില്ലയിൽ നിന്നും ജനിക്കുന്നു. തൂബൽ കയീന് നയമ എന്ന പേരിൽ ഒരു പെങ്ങൾ ഉള്ളതായി ഈ അധ്യായത്തിൽ കാണുന്നു. കയീൻ്റെ മക്കളിലൂടെ ലോകത്തിൽ ലൗകികമായ ഒരു സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നു. അതേസമയം ആദമിനും ഹൗവയ്ക്കും സേത്ത് എന്ന പേരുള്ള മറ്റൊരു മകൻ ജനിക്കുന്നു. സേത്ത് എന്ന പേരിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ ഒരു പ്രായച്ചിത്തമാകുന്ന സന്തതി. ഈ പദത്തിന് നിയോഗിക്കപ്പെട്ട എന്നൊരർത്ഥവും ഹീബ്രു ഭാഷയിലുണ്ട്. സേത്തിന് ഈനോസ് എന്ന മകൻ ജനിക്കുന്നു. 2 തരത്തിലുള്ള ആളുകളെ നാം ഇവിടെ കണ്ടുമുട്ടുന്നു. കയീനെ പോലെ തങ്ങളുടെ പാരമ്പര്യം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചില്ലാതായി പോകുന്നവർ, സേത്തിനെ പോലെ ദൈവത്തെ വിളിക്കുകയും ക്രിസ്തുവിങ്കിലേക്കുള്ള വംശാവലിയിൽ പങ്കാളികളാവുകയും ചെയ്യുന്നവർ. മനുഷ്യൻ്റെ ബലഹീനതയിലും നിസ്സഹായതയിലും
അവനെ ഉദ്ധരിക്കുവാൻ നിയമിക്കപ്പെട്ട ഒരു മശിഹായുടെ വരവിൻ്റെ തുടക്കമായി ഇതിനെ കണക്കാക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.